ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ലാമിക്കുട്ടിൻ്റെ ഉപ്പച്ചി രാവിലെ തന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പുല്ലരിയാൻ പോവുക കേട്ടോ. പിന്നെ രാവിലെ തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മളെ യാത്ര. ഈ വയനാട്ടിൻ്റെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന്. അപ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ പുറത്താട്ടോ ഞാൻ വീണ്ടും ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതാ ലാമി ഇതാ നമ്മളെ മടിയിലിരുന്നിട്ട് പിന്നെ ക്യൂട്ട്നെസ്സൊക്കെ ഇങ്ങനെ വാരി വിതറുന്നുണ്ടേ. ഇങ്ങനെ ലാമിനെയും കൊണ്ടാട്ടോ രാവിലെ തന്നെ നമ്മൾ പുല്ലരിയാൻ പോണേ. പക്ഷേ ലാമിനെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് തന്നെ പാക്ക് ചെയ്ത് വിടും പിച്ചിൻ്റെ കൂടെ. നമ്മൾ മാത്രമേ പോവുള്ളൂ. നമ്മളിവിടെ നമ്മളെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ലാമിക്കുട്ടിൻ്റെ ഉപ്പച്ചി തിരിച്ചു പോയിട്ടോ. മയവനാത്ത കത്തിയൊക്കെ മൂർച്ചയാക്കിയിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പം ഞാൻ വന്ന പാടി ഈ സൈറ്റൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുല്ല് കാണൂലല്ലോ. ഇതാണ് നമ്മൾ അരിയാൻ പോകുന്ന പുല്ല്. പക്ഷേ കാലാവസ്ഥ നമുക്കെന്താക്കി പണി തന്നു. മഴ കുറ്റം പറയാൻ പാടില്ല, അതിന് രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്കൊരു മടി. പക്ഷെ മയമിനകത്ത് അതാ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വേഗം പുല്ലരിയാൻ തുടങ്ങി. ഞാൻ ഈ മഴയത്ത് എന്ത് ചെയ്യും, എൻ്റെ അടുത്താണെങ്കിൽ ഒരു കോട്ട് പോലും ഇല്ല മഴ നനയാണ്ടിരിക്കാൻ. കുറേ നേരം ശങ്കിച്ച് നിന്നു. അങ്ങനെ മഴ പിന്മാറുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനും അരയും തലയും മുറുക്കി ഇറങ്ങിട്ടോ. അതിൻ്റെ ഇടയിലാണ് ഒരു കാഴ്ച കണ്ടത്, അടിപൊളിയൊരു സംഭവം. അത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതിനകത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന്. അങ്ങനെ ഞാൻ ഏതായാലും ഇത് പറിച്ചെടുത്തു. കൈമലൊക്കെ ഇങ്ങനെ മുള്ള് കൊള്ളും കേട്ടോ. വലിയ വേദനയൊന്നുമില്ല, നല്ല നമുക്കൊരു ഒരു ഇറിറ്റേഷൻ വരും കൈമൽ മുള്ള് കൊള്ളുമ്പോൾ. എനിക്കിത് കട്ട് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാനിത് ശങ്കിച്ച് എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ചത് ഇങ്ങനെ കത്തിയിട്ട് മുറിച്ചപ്പോൾ ചെത്തിപ്പോയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കൈ കൊണ്ട് ഈ തോലിങ്ങനെ പൊളിച്ചെടുക്കുന്നതാണെന്ന്. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. ഇത് മുറിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതായത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു തക്കാളീൻ്റെ ഒരു ഇതിലേക്ക് വരും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇതാണ് നമ്മൾ അരിഞ്ഞ് വെച്ച പുല്ലും കാര്യങ്ങളൊക്കെ. ഏകദേശം നമ്മളെ പരിപാടികളൊക്കെ ഇവിടെ തീരാനായി. പുല്ലൊക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി ഇതാ ഇത്രയും പുല്ലുണ്ട്. അങ്ങനെ ലാമിക്കുട്ടൻ്റെ ഉപ്പച്ചിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പച്ചി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഏറ്റിയിട്ട് നമുക്ക് റോട്ടുമ്മ കൊണ്ടുപോയിടണം. ഇതിൻ്റെ മെജോറിറ്റി മാമനകത്ത് അരിഞ്ഞതാണ്. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റണ മാതിരി ഞാനും അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ പുല്ലും കൊണ്ട് പോകും കേട്ടോ. മാമനകത്ത് അത് മുന്നിൽ പുല്ല് ഏറ്റിട്ട് പോകുന്നുണ്ട്. അവിടെയാണ് റോഡ്, അവിടെ കൊണ്ടുപോയി ഇടണം. അങ്ങനെ പുല്ലൊക്കെ വണ്ടിയിലാക്കി ഇതാ നമ്മൾ വരിക കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ, നമ്മൾ പുല്ലരിന് തൊട്ടപ്പുറത്തെ വയലിൽ വാഴക്കൊല വിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴുത്ത പഴങ്ങളൊന്നും ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകില്ലല്ലോ. ഒരു തന്ന പഴമാണ്. ഞാനാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാണ്ടിരിക്കുന്ന സമയമായിരുന്നു. പഴം കിട്ടിയ പാട് ഞാൻ എന്താക്കി, അതിൻ്റെ അകത്തുനിന്ന് ഒരു പഴം എടുത്ത് കഴിച്ചിട്ടോ. അങ്ങനെ അപ്പോൾ പഴം കഴിച്ചപ്പോൾ ലേശം ഒരു ആശ്വാസമായി. ഇങ്ങനെ പഴമൊക്കെ കഴിച്ച് ഞാൻ ഇവിടെ വഴിയിലിറങ്ങി ഞാൻ വീട്ടിലേക്ക് പോവുക കേട്ടോ. മാമനകത്തെയും ലാമിക്കുട്ടിൻ്റെ ഒപ്പിച്ചും കൂടെ ഫാമിലേക്കും പോവാണ്. അങ്ങനെ ഞാൻ റോഡൊക്കെ ഭയങ്കര ശോകമാണ്. ഇതിലെ നമ്മൾ പുല്ല് കൊണ്ടുപോകണം കണ്ടോ. പുല്ല് അതിൻ്റെ അകത്തൊരു കൊമ്പ് പ്ലാവിലയുണ്ട്, അടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. റോഡൊക്കെ ഭയങ്കര ശോകമാണ്. ഇതിലെ ഇനി ഈ ചെളിയൊക്കെ നീന്തി കടന്ന് അങ്ങ് എത്തണം. അവിടെയൊക്കെ ഭയങ്കര സീനാണ്. ഇതിലേക്ക് നടന്ന് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ വന്ന പാടുന്ന ബ്രെഡല്ലേ കാണുന്നത്. ഞാൻ വിശന്നിട്ട് പിന്നെ വേഗം ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി. ചോറൊക്കെ അത് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇത് കഴിച്ചപ്പോൾ എന്തൊരാശ്വാസം എന്നറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്ലീസ് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എങ്ങനെയെങ്കിലും ഈ ചാനലൊന്ന് റീച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പാട് കാണാതെ പോകരുതേ ആരും.